ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാകേഷും വിഘ്നേഷും എല്ലാവരും ടെൻഷനിലാണ്. അവരെ ഇടയ്ക്ക് വിളിച്ച് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, അനിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ, സൈബർ സെല്ലുകാരെ വിളിച്ചോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇല്ലടാ, അവർ എന്തെങ്കിലും വിവരം കിട്ടിയാൽ വിളിക്കാമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാൻ ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് നന്ദു അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴത്തേക്കും ഒരു കള്ളുകുടയൻ സൈക്കിളുമായിട്ട് വട്ടം വെക്കുന്നുണ്ട്. പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുന്നത് കൊണ്ട് ഇടിച്ച് താഴെ ഇടുന്നില്ല. അപ്പം നന്ദു അയാളോട് പറയുന്നുണ്ട്, ചേട്ടൻ പെട്ടെന്നൊന്ന് മാറിത്താ, എനിക്ക് അത്യാവശ്യമായിട്ടൊരിടം വരെ പോകാനുണ്ടെന്ന്. മാറിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അങ്ങനെ നീ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നീ പറഞ്ഞിട്ട് പോയാൽ മതി എന്നും പറഞ്ഞാൽ കള്ളുകൂടിയൻ ഉടക്കുണ്ടാക്കുന്നുണ്ട്. രണ്ടു പ്രാവശ്യം നന്ദു പറയുന്നുണ്ട് അയാളോട് സൈക്കിളെടുത്ത് മാറ്റാനായിട്ട്. അയാൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പേടിപ്പിക്കുന്നത്, നീ എന്താ ഉണ്ണിയാർച്ചയാണെന്നൊക്കെ അയാളിങ്ങനെ തിരിച്ച് ചോദിക്കുന്നുണ്ട്. ഈ സമയം നന്ദുവിന് ദേഷ്യം വന്നിട്ട് നന്ദു വണ്ടിയിൽ നിന്ന് ഇറങ്ങി അയാളെ തള്ളിയിടുന്നുണ്ട്. എന്നിട്ട് തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ആദർശും നയനയൊക്കെ ഇങ്ങനെ അനിയെ അന്വേഷിച്ച് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കിനും രാകേഷ് വിളിച്ചിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തെങ്കിലും വിവരം കിട്ടിയോന്ന്. അപ്പം നയന പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ മോനെ വിളിച്ച് അറിയിക്കാം എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ രാകേഷും പറയുന്നുണ്ട്, അവർക്കും എന്തെങ്കിലും വിവരം കിട്ടിയാൽ നയനെ വിളിച്ചറിയിക്കാമെന്ന് അവരും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഫോൺ വെക്കുന്നു. ആദർശ് ചോദിക്കുന്നുണ്ട്, അവന്മാർ അനി എവിടെ പോയാലും രാകേഷിനും വിഘ്നേഷിനും അതറിയാം, ഇവന്മാർക്ക് പോലും അറിയത്തില്ലാത്ത ഏത് സ്ഥലത്താണ് ഇവൻ പോയി ഒളിച്ചിരിക്കുന്നത്, എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് നന്ദുവിനൊരു ഫോൺ കോൾ വരുന്നുണ്ട്. അപ്പോൾ ആകെ ടെൻഷനായിട്ട് നന്ദു എവിടെ എപ്പോൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് നന്ദു നേരെ പോകുന്നത് റെയിൽവേ ട്രാക്കിലേക്കാണ്. നന്ദു അടുത്തുമ്പോഴേക്കും അനി മുന്നേ നടന്ന് പോകുന്നുണ്ട്. പിന്നെ പുറകെ ട്രെയിനും വരുന്നുണ്ട്. ഇത് കണ്ട് നന്ദു അനി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. നന്ദുവിനെ കണ്ടതും അനി ഒട്ടും നിൽക്കാതെ സ്പീഡിൽ അങ്ങോട്ടേക്കായിട്ട് തന്നെ ട്രെയിനിൻ്റെ അരികിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം നന്ദു അനിയുടെ പിന്നാലെ ഓടി വന്ന് ട്രെയിൻ പാളത്തിൽ നിന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. ഈ ട്രെയിൻ പാസ് ചെയ്യുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, വിട, എനിക്ക് മരിക്കണം, നീ എന്നെ വിട എന്ന് പറഞ്ഞ് കുതറി മാറുന്നുണ്ട്. ട്രെയിൻ പോയി കഴിയുമ്പോഴത്തേക്കിനും അനി നന്ദുവിനോട് പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ വീട്ടിൽ വന്നായിരുന്നു, അവർക്ക് പറയാനുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ അവരെന്നോട് പറഞ്ഞു. എനിക്ക് അവരെ വിഷമിപ്പിക്കാനും പറ്റിയല്ല, നിന്നെ ഉപേക്ഷിക്കാനും പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ മനസ്സമാധാനത്തോടെ മരിക്കെങ്കിലും ചെയ്തോട്ടെ നന്ദു എന്നിങ്ങനെ അനി ചോദിക്കുന്നുണ്ട്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, നീ എന്ത് വർത്തമാനാടേ പറയുന്നേ, നീ ഇല്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു പുരുഷനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നീയാണ്. ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ മാത്രമായിരിക്കും. അപ്പം പിന്നെ നീ മരിച്ചാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? ഇതൊന്നും നടക്കുകയല്ല, എനിക്ക് മരിക്കണം എന്നുള്ള രീതിയിൽ അനി സംസാരിക്കുമ്പോൾ നന്ദു അവനിട്ട് അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ദേഷ്യവും സങ്കടമൊക്കെ കൊണ്ട് തന്നെ. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ ആകപ്പാടെ ഒരു പുരുഷനെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നിന്നെ മാത്രമാണ്, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനും പറ്റുകയില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. അനി പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഇതൊക്കെ ഞാൻ കേൾക്കാൻ കൊതിച്ച വാക്കുകളൊക്കെ തന്നെയാണ്, ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിച്ച് അനി നന്ദുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഇനി ഒരിക്കലും അനിയെ കൈവിടില്ല എന്നും പറഞ്ഞ് നന്ദു അനിയുടെ കൈ കോർത്തു പിടിച്ച് അവിടെ നിന്ന് നടന്നു നീങ്ങുന്നുണ്ട്. ഈ സമയത്ത് വളരെ സങ്കടത്തിലാണ് ഗോവിന്ദനും കനകയും. ആ സമയത്ത് നന്ദു എങ്ങോട്ടാ പോയതെന്ന് പോലും അവർക്കറിയില്ല. എന്നിട്ട് കനക പറയുന്നുണ്ട്, അവൾ നുണ പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് പോയെന്ന് എനിക്ക് സംശയമുണ്ട്, അവൾ സ്റ്റേഷനിലേക്ക് തന്നെയാണോ ഇനി പോയത്, നമുക്ക് ആ CI ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്നിങ്ങനെ കനക പറയുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അത് വേണ്ട, മോളിനി നുണ പറഞ്ഞ് വേറെ എങ്ങോട്ടെങ്കിലുമാണ് പോയതെങ്കിൽ അവളെ വിവാഹം കഴിക്കേണ്ട ആളാണ് സച്ചി, ഇനി അത് അയാളിലേക്കൊരു സംശയത്തിന് വഴിയാകും, അത് വേണ്ട എന്നിങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ. അനി വന്നപ്പോഴത്തെ കാര്യങ്ങളൊക്കെയാണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. എന്തായാലും നമുക്ക് പറയാനുള്ളതൊക്കെ അനിയോട് പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അനിയെക്കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ല എന്നൊക്കെയാണ് ഗോവിന്ദൻ പറയുന്നത്. അങ്ങനെ ഇവർ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ ഫോൺ വിളിക്കുന്നുണ്ട്. ഗോവിന്ദൻ ഫോൺ എടുത്ത് കനകടയിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുക്കുന്നത് നയന ചോദിക്കുന്നത് നന്ദു വീട്ടിലുണ്ടോ എന്നാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, ഇല്ല, കുറച്ച് മുമ്പ് സ്റ്റേഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ശരിയെന്നും പറഞ്ഞ് നയന പെട്ടെന്ന് ഫോൺ കട്ടാക്കുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല, നന്ദു ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നയനമോൾ പെട്ടെന്ന് ഫോൺ കട്ടാക്കിയെന്ന് ഗോവിന്ദനോട് പറയുന്നുണ്ട്. ഇനി ആ അനിയെ കാണാതെങ്ങാനും പോയിട്ടുണ്ടോ ആവോ, അറിയില്ലല്ലോ, അവൻ്റെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല എന്നിങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ട്. മനസ്സിന് കട്ടിയില്ലാത്ത ഒരുത്തനാണ് അവന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ജന്മം നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്.
അതിനുശേഷം കാണിക്കുന്നത് നന്ദുവിനെ അനിയാണ്. അവരങ്ങനെ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ നിന്ന് മാറി കുറച്ച് ഒരിടത്തായിട്ട് രണ്ടുപേരോട് ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ അനിയുടെ കാലിലേക്ക് തലയൊക്കെ വെച്ചാണ് നന്ദു ഇരിക്കുന്നത്. അനി അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പം നന്ദു പറയുന്നുണ്ട്, ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എൻ്റെ ജീവിതത്തിൽ, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതവും ഇല്ല, അതുകൊണ്ട് നീ ഒരിക്കലും ഇനി ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അപ്പം അനി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളാണ് നീ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എനിക്കിത് വിശ്വസിക്കാവോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അപ്പം നന്ദു പറയും, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്കുണ്ടാവുകയില്ല, അത് നീ ഉറപ്പിച്ചോ എന്നിങ്ങനെ ആ നന്ദുവും പറയും. എന്നിട്ട് പിന്നെ നന്ദു പറയും, എടാ നമുക്ക് കുറച്ച് നാളിലൂടെ ഇങ്ങനെ പ്രേമിച്ച് നടക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉടനെ ഒരു വിവാഹം കഴിക്കണമെന്ന് ഇത്ര നിർബന്ധം വല്ലതും ഉണ്ടോ? ഇപ്പം നിനക്ക് 26 വയസ്സല്ലേ ആയുള്ളൂ, ഒരു പെണ്ണ് കിട്ടിയെന്നും പറഞ്ഞ് എന്താ കുഴപ്പം? എനിക്കിപ്പോൾ 22 ആയുള്ളൂ, നമുക്ക് ഒരു 2-3 വർഷം കൂടെ പ്രണയിച്ച് നടന്നതിന് ശേഷം വിവാഹം കഴിച്ചാലോ? അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, അത് അങ്ങനെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ? ഇതിനിടയ്ക്കെങ്ങാനും ആ സിയുടെ ആലോചന അത് വന്ന് മുറുകിയാൽ എന്ത് ചെയ്യും? അപ്പം നന്ദു പറയുന്നുണ്ട്, അത് മുറുകാതെ ഞാൻ നോക്കിക്കോളാം, അയാളൊരു ബോറനാണ്, അത് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവില്ല, അയാൾ നല്ലൊരാളാണെന്ന് പറഞ്ഞാണ് അവർ രണ്ടുപേരും നടക്കുന്നത്, അയാളൊരു ഇരട്ടത്താപ്പാണ്, ഒരു സ്വന്തമായിട്ട് തീരുമാനങ്ങളോ ഒന്നും ഇല്ലാത്തൊരു രീതിയിൽ. അത് എനിക്കും തോന്നിയിട്ടുണ്ട്, എപ്പോഴും ഒരു നല്ല പിള്ള ചമയാനായിട്ട് ശ്രമിക്കുന്നതായിട്ട്. അങ്ങനെ ഓരോന്നവർ സംസാരിച്ചിരിക്കുന്നു. ഇനി അനിയെ വിട്ടൊരു ജീവിതം അവൾക്കില്ല എന്ന് നന്ദു വാക്കു കൊടുക്കുന്നു. അങ്ങനെ അവൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അങ്ങനെ അനി ചോദിക്കുന്നുണ്ട്, ഇന്ന് രാത്രി മൊത്തം നമുക്ക് ഇവിടെ ഇരുന്നാലോ എന്ന്. അപ്പം നന്ദു പറയുന്നുണ്ട്, നിന്നെ അന്വേഷിച്ച് എല്ലാവരും തെക്ക് വടക്ക് നടക്കുകയാണ്, ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവുകയില്ല, വാ പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇല്ല, കുറച്ച് നേരം കൂടി ഇവിടെ ഇരിക്കാം എന്നിങ്ങനെ അനി പറയുന്നുണ്ട്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയായി കാണിച്ചത്, നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ പോലും ഇരിക്കില്ലായിരുന്നു. അപ്പം അനി പറയും, നിനക്ക് എന്തിനാ ഈ ജോലി, നിനക്ക് എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തൂടെ, അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് പോവുകയും ഒന്നിച്ച് വരികയൊക്കെ ചെയ്യാമായിരുന്നല്ലോ. അപ്പം നന്ദു പറയും, എപ്പോഴും ഒന്നിച്ച് പോവുകയും വരികയൊക്കെ ചെയ്താലേ ഉള്ള സ്നേഹവും കൂടി ഇല്ലെന്നാവും. അങ്ങനെയാണെങ്കിൽ ആദർശേട്ടനും നയനേച്ചിയൊക്കെ എന്ത് സന്തോഷത്തോടെ ജീവിക്കുന്നേ, അവരൊന്നിച്ച് പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത് അവരുടെ ജീവിതം കാണുമ്പോൾ എനിക്ക് ഒത്തിരി കൊതിയാവും. ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നയന നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അനിയെ കിട്ടിയോ, എന്തെങ്കിലും വിവരങ്ങൾ അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നയന നന്ദുവിനെ വിളിക്കുന്നത്. നയന ചോദിക്കുന്നുണ്ട്, മോളെ നീ വീട്ടിലാണോ? അല്ല ചേച്ചി, ഞാൻ സ്റ്റേഷനിലാണ്. നീ വിഘ്നേഷുമായിട്ട് സംസാരിച്ചായിരുന്നോ? ആ അത് ചേച്ചി, ഞാൻ സംസാരിച്ചായിരുന്നു. അനിയെ കാണാതായ വിഷയമല്ലേ, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. മോൾ എത്രയും പെട്ടെന്ന് അന്വേഷിക്കണം കേട്ടോ. ആ ഞാൻ അന്വേഷിക്കുന്നുണ്ട് ചേച്ചി, എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ അറിയിക്കാം എന്നിങ്ങനെ നന്ദു പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, വാ അനി, ഇനി പോകാം, ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, എല്ലാവരും നിന്നെ വല്ലാതെ അന്വേഷിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാകുകയില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേനും അനി പറയും, അത് സാരമില്ല, നമുക്ക് കുറച്ച് നേരം കൊണ്ട് ഇവിടെ ഇരിക്കാം. ഇല്ല, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്, വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് നന്ദു നിർബന്ധിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇനി ഞാൻ നിന്നെ വിഷമിപ്പിക്കുന്നില്ല എന്നും പറഞ്ഞ് രണ്ടുപേരുടെ അവിടുന്ന് ഒന്നിച്ച് ഒരു ബൈക്കിന് എങ്ങ് കയറിപ്പോരുവാണ്. അങ്ങനെ നയനയും ആദർശും ഇവരെ അന്വേഷിച്ച് ഇങ്ങനെ വരികയാണ്. ആ സമയത്ത് കറക്റ്റ് അനിയുടെ ബൈക്കിൻ്റെ ബാക്കിലായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഇത് അനിയുടെ ബൈക്ക് തന്നെയല്ലേ എന്നും പറഞ്ഞ് അവൻ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിലായിട്ട് വണ്ടി കൊണ്ടു നിർത്തുന്നുണ്ട്. അനിയെ കാണുമ്പോൾ ആദർശിന് ദേഷ്യം വരുന്നുണ്ട്. ഇത്ര നേരം നീ എവിടെയാടാ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതാരാ നിന്റെ കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേനും നന്ദു പതിയെ ഹെൽമെറ്റ് ഊരുകയാണ്. ഹെൽമെറ്റ് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് നന്ദുവിനെ അവർക്ക് മനസ്സിലാകാതെ പോയത്. അങ്ങനെ ഹെൽമെറ്റ് ഊരുമ്പോൾ നന്ദു ആണെന്ന് മനസ്സിലാവുമ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ് നയനയും ആദർശും. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.